ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിയൊന്നും കുതിർക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട്. ഞാൻ 250 ml കപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റവ എടുത്ത അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള ശർക്കര അതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഞാനിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് കലക്കിയെടുക്കണം. അപ്പോൾ അതാ നമ്മളിവിടെ കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് നമുക്ക് അതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് ശർക്കര വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാനിതാ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കട്ടിയൊക്കെ നോക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലും മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മൾ നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ വേവുന്നതിനനുസരിച്ച് ഫുള്ളായിട്ട് പൊന്തി പുറത്തൊക്കെ പോകും. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഭാഗം ഒന്ന് വീണ്ടും തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കാം. അപ്പോൾ ഇതല്ലാതെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും അങ്ങോട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടാണ് കുത്തിയെടുക്കുന്നത്. അങ്ങനെ കുത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിലുള്ള ഒരു എണ്ണൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.